വെറുതെ പോലീസിന്റെ ഇടി കൊള്ളണ്ടല്ലോ. പറ്റുമെങ്കിൽ വേറൊരാളായി ജീവിക്കണം. പക്ഷെ അതെങ്ങനെ? ആദ്യമായി ചെയ്ത് ഞാൻ എൻ്റെ മുടി മൊട്ടയടിക്കലാണ്. എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. പിന്നെ ഞാൻ എവിടേക്കോ പോയി എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഇത്രയും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് മടുത്തു. മറ്റൊരാളായി ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഈ നാട്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്നെ ഉരുക്ക് സതീശൻ എന്ന ഒരാളായി തെറ്റിദ്ധരിച്ചു. രണ്ടുപേരുടെയും മുഖം ഒരുപോലെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നെ ഉരുക്ക് സതീശനായി തെറ്റിദ്ധരിച്ചത്. ഈശ്വര, ഇവരൊക്കെ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നത്? ദേ നോക്ക്, നമ്മുടെ ഉരുക്ക് സതീശൻ തിരിച്ചെത്തി. അല്ല, അവൻ തന്നെയാണോ? ഈ പറയുന്ന ഉരുക്ക് സതീശൻ ഒരു 10 തവണ മരിച്ചതാ. എന്നിട്ടെന്തായി? ജീവനോടെ തിരിച്ചു വന്നില്ലേ? സത്യം. ഇവനെയൊക്കെ 40 കഷ്ണമായിട്ട് വെട്ടി നുറുക്കിട്ടാലും പിന്നെയും ജീവൻ വെക്കും. അതാ സാധനം. എടാ, ഞാൻ പറഞ്ഞത് ഉരുക്ക് സതീശൻ. എടാ നോക്ക്, ഗംഗാധരൻ കുണ്ടയുടെ മകനല്ലേ? ആ ഗുണം ഇല്ലാതിരിക്കോ? ഹലോ ഹലോ വിശാൽ ചേട്ടാ, ഞാനാ രമ്യ. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട ചേട്ടന്റെ ഈ നമ്പർ ഒപ്പിച്ചത്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. നിനക്കിനി എന്താ വേണ്ടേ? ചേട്ടാ, ഒരു ചെറിയ കാര്യം കേക്ക്. കഴിഞ്ഞ ദിവസം ആ ധന്യയും ഗുണ്ടകളും എന്നെ തേടി വന്നു. എന്നെ ക്രൂരമായി തല്ലി. എനിക്ക് അതിനേക്കാൾ വേദന തോന്നിയത് ഞാൻ കാരണമാണ് ചേട്ടൻ ഒളിച്ചോടിയത് എന്നവൾ പറഞ്ഞപ്പോഴാണ്. പ്ലീസ് ചേട്ടൻ തിരിച്ചു വരണം, എന്നെ വിവാഹം കഴിക്കണം. എന്നിട്ട് ആ അഹങ്കാരിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. പ്ലീസ് തിരിച്ചു വാ. നോ, തിരിച്ചു വരാനല്ല ഞാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട്. പക്ഷേ ഇനി മേനിൽ എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുത്. ഹലോ, പറയുന്നൊന്ന് കേൾക്ക്. ഹലോ ഹലോ ഹലോ. ഇനി എന്ത് ചെയ്യും? ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ്? ഉരുക്ക് സതീശൻ തിരിച്ചു വന്ന ഇവിടെ ചോര ഒഴുകും, അത് ഉറപ്പാ. അതെന്ത് ചോദിക്കാനാണ്? 3 പേരെ വെട്ടിട്ടല്ലേ അവർ രാജസ്ഥാനിക്ക് മോനേതാ മോൻ. എന്താ ഉരുക്ക് സതീശ, നീ ആള് മാറിപ്പോയല്ലോ. ജീൻസ് ഒക്കെ ഇടാൻ തുടങ്ങിയോ? എന്റെ 3 കൂട്ടുകാരെ വെട്ടിട്ടാ ഈ രാജസ്ഥാനിലേക്ക് പോയിട്ട് സതീശൻ തുടരണം. നിർത്താൻ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കും പിള്ളേർക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ എന്തിനാണ് ഇങ്ങോട്ട് രാജസ്ഥാനിൽ വന്നത്? എനിക്ക് ഷാറാണ്ടേ, എനിക്ക് ശ്രദ്ധിക്കപ്പെടണ്ടേ? നീയൊന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കൂല. പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സ്വന്തമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരമീന് വാ പൊളിച്ചിട്ട് കാര്യമില്ല. എന്റെ ശരീരത്തിൽ ഒരു രോമം നീ പിഴുതാ, നിന്റെ തല ഞാൻ കൊയ്യും. നീ പറയും, ഞാൻ ചെയ്യും. ഉരുക്കടാ, ഉരുക്കടാ. എന്താ ഉരുക്ക് തിരിച്ചു വന്നോ? മോനെ ചക്കരെ, നിനക്ക് വല്ല പരാതി ഉണ്ടാ? പേടിക്കണ്ട, പറയൂട്ട. ഇല്ല സാറേ. അല്ലേ, ഈ സാറിന് ഇത് എന്നാത്തിന്റെ അസുഖ? തല്ല കൊണ്ടോനെ പരാതി ഇല്ല, പിന്നെ കണ്ടുന്ന സാറിനാണോ പരാതി? സാറേ, അവന്റെ അഹങ്കാരം നമുക്ക് പണി തരാൻ തുടങ്ങി. നിനക്ക് വെച്ചിട്ടുണ്ട്. ഇനി മേലിൽ ഈ പരിസരത്ത് വന്നാ കാണാം. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ ഉരുക്ക് സതീശന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് കരുതി? ഞാൻ സതീശനല്ലെന്ന് നിങ്ങൾ എന്തിനടിസ്ഥാനത്തിലാ പറയുന്നേ? എടോ, അവൻ 2 കൊല്ലം മുമ്പ് രാജസ്ഥാനിൽ വെച്ച് വെട്ടേറ്റ് മരിച്ചതാ, അറിയോ? രാജസ്ഥാനിൽ വെച്ചോ? അതേടോ, എന്റെ മകളെ വിവാഹം കഴിച്ച ഒരുവൻ പ്രേമിച്ച് രാജസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് എന്റെ മകളെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഉരുക്ക് സതീശനെയും കൊണ്ട് ഞാൻ രാജസ്ഥാനിലേക്ക് പോയി. പക്ഷെ അവിടെ കുറെ ഗുണ്ടകളെ മറ്റവൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഈ സതീശനും അവനും തമ്മിൽ ഏറ്റുമുട്ടി. ആ ആക്രമണത്തിൽ സതീശൻ മരിച്ചു. അത് കണ്ട് ഞങ്ങളെല്ലാം ജീവനും കൊണ്ട് തിരിച്ചോടി. ഇവിടെ ഈ കഥ ആർക്കും അറിയില്ല. അല്ല, ഈ സതീശൻ വെറും ഗുണ്ടയാണോ? അവനൊരു കള്ളന്റെ മോനാ. അച്ഛന്റെ പാരമ്പര്യം കാത്ത് ഗുണ്ടയായി ജീവിച്ച് കാശ് കിട്ടിയാൽ എന്ത് പണിയെടുക്കും. അവന് 18 വയസ്സുള്ളപ്പോഴേ അമ്പലപ്പറമ്പിൽ വെച്ച് ഒരു SIയെ കുത്തിക്കൊന്നതാ. എന്തിന്? ഒരാള് പോലും കണ്ടു നിന്ന പോലീസുകാർ പോലും അവനെതിരെ സാക്ഷി പറഞ്ഞില്ല.
അങ്ങനെ അവൻ പുഷ്പം പോലെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും. അല്ല, നീ എന്തിനാ അവനായിട്ട് അഭിനയിക്കുന്നത്? ഞാൻ ആരായിട്ടും അഭിനയിക്കുന്നില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഏതായാലും ഞാനായിട്ട് ആ ധാരണ മാറ്റുന്നില്ല. അങ്ങനെ പോട്ടെ. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇവനൊക്കെ ഉപദേശിക്കാൻ വന്ന നമ്മളെ പറയണം. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണ്. ഉരുക്ക് സതീശനായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കുക, ലാഭവും നഷ്ടമൊന്നും ഇല്ലാത്തൊരു ജീവിതം നയിക്കുക, മരിക്കുന്നവര്. ഹലോ, എൻ്റെ പേര് ദാസൻ. എൻ്റെ വീട് ഇവിടെ അടുത്താ. സതീശൻ രാത്രി കാലത്ത് അവിടെ ഇവിടേക്കല്ലേ കിടക്കുന്നത്. ഇനി മുതൽ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു. അത് വേണോ? ആ, അത് വേണം. ഈ നാട്ടിലെ തെമ്മാടികളിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും എൻ്റെ മക്കളെ എനിക്ക് രക്ഷിക്കണം. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 പെൺമക്കളാ. അതിൽ മൂത്ത ആള് മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. അതെങ്ങനെ? അവളെ ഒരുത്തൻ കൊന്നു. പോട്ടെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ 2 പെൺമക്കളാ. വൃക്കക്ക് തകരാറായ കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നുമില്ല. വല്ല ഓപ്പറേഷനും നടത്തി? അതിനൊക്കെ നല്ല പണം വേണ്ടേ, കൂടാതെ വൃക്ക തരാൻ ഒരാള് വേണ്ടേ. ആര് സഹായിക്കാനാ? ഗുണ്ടകളുടെ ശല്യം കാരണം എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചത്. അത് വേണോ? നമ്മളെ നാട്ടിലെ ആളുകളല്ലേ എന്നെയും നിങ്ങളുടെ പെമ്മക്കളെയും ചേർത്ത് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറയും. അതല്ല അവരുടെ വിവാഹത്തെയും ബാധിച്ചേക്കാം. അതൊക്കെ അവരുടെ വിവാഹമൊക്കെ എപ്പം നടക്കാനാ? വീട് മൊത്തം കടത്തിലാ. ബാങ്കുകാർ എപ്പോഴാണ് ജപ്തി ചെയ്ത് കൊണ്ടുപോകുക എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങളെ ഭാര്യ? ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു. 2 വീട്ടുകാരും എതിർത്തു. അതാണ് ഇപ്പം എനിക്കുള്ള സങ്കടം. എനിക്ക് സ്വന്തക്കാരും ഇല്ല, ബന്ധുക്കളും ഇല്ല. എൻ്റെ മൂത്ത മകൾ മരിച്ചപ്പോൾ ആ ആഘാതം താങ്ങാനാവാതെ എൻ്റെ ഭാര്യ മരിച്ചു. കഷ്ടം. അപ്പോൾ ഇന്ന് മുതൽ സതീശൻ്റെ താമസവും ഭക്ഷണവും ഒക്കെ എൻ്റെ വീട്ടിൽ. ഞാൻ അവിടെ വന്ന് താമസിക്കാം, പക്ഷെ ഭക്ഷണമൊന്നും വേണ്ട. അതെന്താ? എന്റെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കി. അതെന്താ? ഭക്ഷണം കഴിച്ചാ അത് മതി, ചേട്ടൻ നടക്ക്. അതിന്റെ ഇടയിൽ നിന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നിങ്ങളുടെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി. സാരല്ല ചേട്ടാ, പോയതെല്ലാം പോയി. എല്ലാം സംഭവിച്ചു പോയതാണെന്ന് സമാധാനിക്കാം. പക്ഷെ എനിക്ക് അതിന് പറ്റുന്നില്ല. സത്യം പറഞ്ഞ രാജേന്ദ്ര സാർ മരിച്ച ശേഷം ഇന്ന് വരെ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അവരുടെയൊക്കെ പ്രേതം എന്റെ മുന്നിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാം ചേട്ടന്റെ തോന്നലാണ്. അതെന്റെ തോന്നലൊന്നുമല്ല. ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഈ പ്രേതബാധ ഒഴിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബാധയ്ക്ക് അങ്ങനെ ഒഴിയോ? പിന്നെ ഒഴിയും. നോക്ക്, ഇവിടെ അടുത്ത് തന്നെ ഒരു നമ്പൂതിരിയുണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പോയി ഒരു ഏലസ് വാങ്ങി കെട്ടിയാൽ എല്ലാ പ്രേതബാധയും ഒഴിയും. ഓക്കെ, നാളെ തന്നെ നമുക്ക് പോവാം. ശരി. നോക്ക്, നീ ദയവ് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയരുത്. അറിയാലോ, പറയാനും കേൾക്കാനും സുഖമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഞാനായിട്ട് ഈ സത്യമൊന്നും ആരോടും പറയില്ല. ചേട്ടൻ എന്നെ വിശ്വസിക്കാം. ശരി. അപ്പോഴേ നീ എത്രയും പെട്ടെന്ന് ഈ പണം കോടതിയിൽ കെട്ടിവെക്കുന്നു, നിന്റെ വീട് രക്ഷിക്കുന്നു. ഓക്കെ? ഓക്കെ, താങ്ക് യു. നീ നിന്റെ അച്ഛനോട് ഇത് പറഞ്ഞേക്കരുത് കേട്ടോ. ശരി. സതീശ 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 പൊറാട്ടയും ബീഫും തരണേ. ഹായ് ഉരുക്ക്. ഉരുക്കടാ. ഞാൻ പോരെ. ഒരു ഉരുക്ക്. ഈ മോള് ഉരുക്ക് ജയിച്ചല്ലോ. വീക്ക്നെസ്സാ. അതെ അതെ. ശരി, പോയിട്ട് വാ. ഇങ്ങോട്ട് ചെലവ് വാ. വേണേ. ടാറ്റാ. ഇപ്പൊ തരടാ, ഒന്ന് ക്ഷമിക്കേ. എന്തിനാണ് ഇങ്ങനെ പിടിച്ചു കളിക്കുന്നേ? എനിക്ക് നടക്കാൻ അറിഞ്ഞൂടെ? ഓ നാശം, ഇങ്ങോട്ടും വന്നോ? താങ്ക് യു. ഉരുക്കേ, നമുക്ക് വൈകുന്നേരം കാണാട്ടോ. ഹലോ ഉരുക്കേ, എന്താ നിങ്ങളെ ഉദ്ദേശം? നിങ്ങൾ എന്തിനാ വിഷ്ണുപ്രിയായിട്ട് ഇങ്ങനെ കമ്പനി കൂടുന്നേ? ചുമ്മാ ഒരു രസത്തിന്. ഈ കുട്ടി ആരാ മോളാ നിങ്ങൾക്കറിയോ? നിങ്ങളെ മോളല്ലേ? എന്റെ മോളൊന്നല്ല, എന്റെ അനിയത്തിയുടെ മോളാ. ഓ അങ്ങനെ. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയോ? ഇല്ല. ഇതേ ഉരുക്ക് സതീശന്റെ മകളാ. ഉരുക്ക് സതീശന്റെ മകളോ? ഈ കുട്ടിയോ? അതെ, ഈ കുട്ടിയുടെ അമ്മ? ഇവളുടെ പ്രസവത്തില് അമ്മ മരിച്ചു. അപ്പോ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു അല്ലേ? നോക്കൂ മിസ്റ്റർ, വിവാഹം പോലും മാറ്റിവെച്ച് വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഈ കുട്ടിയെ നോക്കുന്നത്. നിങ്ങൾ ആരുടെയോ പേരിൽ എങ്ങനെയോ ജീവിക്കും. പക്ഷേ ദയവേത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അതിനെ നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിച്ചേ? നിങ്ങൾ മേൽ ഈ കുട്ടിയെ കാണാൻ സംസാരിക്കുക ചെയ്യരുത്. മറ്റേ നാശകാലം ജീവിച്ചിരിക്കുമ്പോ
5 പൈസയുടെ ഗുണം ആ വീടിനുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് എവിടെയോ പോയി ചത്തെന്ന് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നിയതാ. അപ്പോഴതാ പുതിയൊരു അവതാരം. ഹോ, എന്റെ ഒരു തലയിലെഴുത്ത്. ഷോ ഉരുക്ക് എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും. ഈ അമ്മായിന്റെ ഓരോ ഡയലോഗേ. വിഷ്ണുപ്രിയെ, കളിയന്നുള്ളൂ അല്ലേ? പഠിക്കാനൊന്നുമില്ല എനക്ക്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ. 2 എണ്ണം എനിക്ക് തരുവടി. മോളെ വിഷ്ണുപ്രിയേ, അല്ല ഇതാര്? ഉരുക്കോ? ഹായ്, അത് ശരി, ഉരുക്ക് ഇവിടേക്കും വന്നോ? ഉരുക്കടാ. ടൺ ടൺ ഹായ്. ടൺ. താങ്ക് യു. ഓ, പോയി പോയി മോളെ കാണാൻ വീട്ടിലേക്കും വരാൻ തുടങ്ങിയോ? പറഞ്ഞാ മനസ്സിലാവില്ല നിങ്ങക്ക്? ഞാനൊരു കാര്യം തരാൻ വന്നാ. എന്ത് കാര്യം? ഇതിൽ 100 പവനോളം സ്വർണ്ണമുണ്ട്. സ്വർണ്ണോ? പിന്നെ കുറച്ച് പണമുണ്ട്. പണോ? നിങ്ങൾ ഈ പണം ഉപയോഗിച്ച് ഈ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഭാവിയിൽ ആ സ്വർണ്ണം ഉപയോഗിക്കാലോ. ഭഗവാനെ, 100 പവൻ സ്വർണ്ണോ? പിന്നെ പണോ? മനുഷ്യ, നിങ്ങളിത് എവിടെന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണോ? എങ്കിൽ ഇതിലൊരു 5 പൈസ പോലും എനിക്ക് വേണ്ട. അയ്യോ, സത്യമായിട്ടും അല്ല. പിന്നെ മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെ കെട്ടിച്ചയക്കാൻ വാങ്ങിച്ച സ്വർണ്ണ. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല, അവൾ മരിച്ചു. പ്ലീസ്, നിങ്ങളിത് വാങ്ങണം. ഞാൻ ഉരുക്ക് സദസ്യനൊന്നും അല്ല, വിശാലാണെന്നറിയാലോ. നിങ്ങൾ ഈ പണം വാങ്ങണം. ഉരുക്കടാ. മോളെ, ഉരുക്കൊന്നും അല്ല, മഹാപാവാ. മോളെ, ഒരുക്കൊന്നുമല്ല, തനി തങ്കോ സതീശേട്ടൻ. ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്നാ പിടി. സതീശേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണേ. മോക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാ. ശരി, നല്ല കാണാട്ടോ. വൈകുന്നേരം